ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഓഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. പുറത്ത് കുറച്ച് ഒച്ചയുണ്ടാവും, കാരണം അപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. നോക്കാം ഈ ഒരു മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. വേൾഡ് കാർഡാണ്. ഈ ഒരു മാസം നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂണിയൻ വരും ആയിരിക്കണം. കുറേ ആൾക്കാർക്കും നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരുന്ന ആൾക്കാർക്ക് ഒരു യൂണിയൻ്റെ ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് മറ്റാരും ഇല്ലാതെ തന്നെ നിങ്ങൾ ഹാപ്പി ആകാൻ പറ്റും എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. കാരണം ഇത് ഈ ഒരു വേൾഡ് കാർഡിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. ഇത് രണ്ടും ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ടെൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഫിനിഷായി എന്നുള്ളതാണ്. ഒരു കാർമിക് സൈക്കിൾ ഫിനിഷ് ആയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിട്ടുള്ള കുറേ കാർമിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പം തീർത്ത് പുതിയൊരു അധ്യായം തുടങ്ങുന്നതിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ. ടെൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഫിനിഷിങ്ങും, വേൾഡ് കാർഡ് അതൊരു പൂർണ്ണതയാണ്. പൂർണ്ണത മീൻസ് നിങ്ങളെ പൂർണ്ണമായി വേറൊരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പം നമുക്ക് നോക്കാം. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ വിട്ടുപോയ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആകട്ടെ. ഈ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് ആഗ്രഹിക്കുന്ന ഒരു എനർജി. പാസ്റ്റിൽ നിങ്ങളായിരുന്നു ഈ ഒരു അവസ്ഥയിലെങ്കിൽ ഇപ്പോൾ ഈ സമയം അവർ നിങ്ങളെ ആഗ്രഹിക്കും എന്നാണ് കാണുന്നത്. കാരണം വിട്ടുപോയ ഒരു ആളിനെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ജസ്റ്റിസ് ആണ്. അപ്പം നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ കാത്തിരിപ്പും നിങ്ങളുടെ ഒരു റിയാലിറ്റിയും ഒക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ, നിങ്ങൾ എന്തായിരുന്നോ, നിങ്ങൾ എത്ര ജെനുവിനായിരുന്നോ അതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളെല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ആ ഒരു അവസ്ഥയ്ക്ക് ഒരു നീതി കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു ബന്ധത്തിന് സത്യമുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. കാരണം പാസ്റ്റിൽ ചിലപ്പോൾ ഇവർ ഇത്രത്തോളം ഡെപ്തിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഈ സമയം അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ദൈവം കൊടുക്കുന്നു എന്നാണ് കാണുന്നത്. ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചധികം ആൾക്കാർ നിങ്ങളോടൊപ്പം മത്സരിക്കാനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് എതിർപ്പുണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും കുറേ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്നിലധികം ആൾക്കാർ ഇതിൽ ഇൻവോൾവ്ഡ് ആകാനുള്ളൊരു സാധ്യതയും കൊണ്ട് ഇനിയും ഈ ഒരു മാസവും നിങ്ങളെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ
കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകുന്നതായിരിക്കും ചിലപ്പോൾ ഈ ഒരു മാസം. നിങ്ങൾ ഈ ഒരു വലിയ കാര്യങ്ങളിലൊന്നും റിലേഷൻഷിപ്പിന് ഒരു വലിയ ഒരു പ്രാധാന്യമൊന്നും കൊടുക്കാതെ മാറിപ്പോകുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. ചിലപ്പോൾ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ബിസി ആയിരിക്കും എന്നാണ് കാണുന്നത്. ഹാങ്ഡ്മാനാണ് ഇതിൽ. നിങ്ങൾ ഒരു ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി പോവും. ചില കാര്യങ്ങൾ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി വയ്ക്കും. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സമയം നിങ്ങൾ അതൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകും എന്നുള്ളതാണ്. മെഡിറ്റേഷനോ പ്രാണായാമയോ അല്ലെങ്കിൽ യോഗയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നൊരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് മെഡിറ്റേഷൻ വേണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിരുന്ന ആൾക്കാർ, സമയം കണ്ടെത്തിയില്ല, സമയമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ ഒരു സമയം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പിറകെ ആൾക്കാർ വരുന്നൊരു സമയമാണ് കേട്ടോ ഇത് നിങ്ങൾ വിട്ടുപോയ ആൾക്കാരെല്ലാം നിങ്ങളുടെ പിറകെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നയിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. നിങ്ങളെപ്പോഴും ഇതിൽ നിങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു എന്നുള്ളതാണ്. അതിലപ്പുറം നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സത്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, അത് മാത്രം മതിയായിരിക്കാം. അല്ലാതെ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാകണമെന്നോ വീണ്ടും ഒരുമിച്ച് പോകണമെന്നോ ഒന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം. അത്ര മാത്രമേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഹൈറഫൻ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയമാണ്. നേരത്തെ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ നിങ്ങൾ മറ്റുള്ളവരുടെ പിറകെ പോയിക്കൊണ്ടിരുന്നുവെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ പവർ മനസ്സിലാക്കി കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്തൊരു ടീച്ചറാണ്. അപ്പം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ മാസ്റ്റർഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആൾക്കാരെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചാരിയറ്റാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളുടെ ഇമോഷനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. ഈ ഒരു വ്യക്തിയെ ഫുള്ളി ഫോക്കസ്ഡ് ആക്കി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ആകുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം, നിങ്ങളുടെ മനസ്സും. ഇപ്പോൾ നമ്മളുടെ മനസ്സാണ് എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ച് ഏതെങ്കിലും കാര്യങ്ങളിൽ കുടുക്കിയിടുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൻ്റെ അങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്ന് മുക്തനായി നിങ്ങളുടെ കാര്യങ്ങൾ, ഈ പഴയ പാസ്റ്റിലെ ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങളോ ഒന്നും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഉള്ളിലെ ഒരു പോസിറ്റീവും നെഗറ്റീവും അങ്ങനെയുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത്. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു റീഡിങ് കാണുന്ന എല്ലാവരും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രയോറിറ്റി നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മതിയാക്കി നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ സന്തോഷം എന്താണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കാം, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. മൂൺ കാർഡാണ്, സൈക്കിക് എബിലിറ്റിയാണ്. അപ്പം ഇത്
സ്പിരിച്വൽ ആണ് എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. ഹീലിങ്സോ അല്ലെങ്കിൽ ടാരോ റീഡിങ്സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ പിറകെ പോകാനല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഹിഡൻ പവർ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പാസ്റ്റിൽ വേദനിച്ചതൊക്കെ വെറും വിഡിതമായിപ്പോയി എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിനകത്തൊരു ഫാമിലി, ഹാപ്പി ഫാമിലിയാണ്. അത് മാത്രമല്ല ഇത് നമ്മളിലേക്ക്, അപ്പം നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്നൊരു എനർജി ഉണ്ട്. ഇത് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് ഹസ്ബൻഡ് വൈഫ് ആയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ച് നിങ്ങളിലേക്ക് വന്ന് ഒരു നല്ല ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ഓഗസ്റ്റ് മന്ത്. ഇതിനകത്ത് 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. കാത്തിരിപ്പൊക്കെ പൂർണ്ണതയിൽ എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരു 10 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ കാത്തിരുന്ന കാര്യം, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടുന്ന കാര്യം പൂർണ്ണമായും ചെയ്ത് തീർക്കാൻ പറ്റുന്നു. നിങ്ങൾ കാത്തിരുന്നത് ഒരു വ്യക്തി വരാനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ സക്സസ്ഫുള്ളി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നതല്ല, അവർക്ക് നിങ്ങളെ വേണം എന്ന് തോന്നി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അത് അറിയിക്കുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. താങ്ക് യു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുമ്പം എനിക്കത് കൂടുതൽ സന്തോഷമാവും. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.